ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പദ്ശേഖരത്തെക്കുറിച്ച് നിലപാട് നിർണ്ണയിക്കേണ്ടത് നിയമമോ ഭക്തിയോ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ഹോട്ട്ലൈൻ ചർച്ചയിലാണ് ജമീല പ്രകാശം എം.എൽ.എ. തിരുവിതാംകൂർ രാജകുടുംബത്തിന് നേരെ തുറന്നടിച്ചത്. ഇന്നത്തെ രാഷ്ട്രീയക്കാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമോവാകം പറയേണ്ടവർ തന്നെയല്ലേ തിരുവിതാംകൂർ രാജാക്കന്മാർ? എന്തുകൊണ്ട് അവര് ഇന്നത്തെ രാഷ്ട്രീയക്കാരെക്കാൾ മോശമാകുന്നു? അതെ, ഈ രാജാക്കന്മാർക്ക്, ഈ തിരുവിതാംകൂർ രാജവംശത്തിലുള്ള രാജാക്കന്മാർക്ക് ഭാരതരത്നം കൊടുക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇവർക്ക് യോജിക്കുന്ന ഏറ്റവും വലിയ പേര് കിങ് മിഡാസുകൾ എന്നുള്ളതാണ്. കിങ് മിഡാസ് ആരാണ്? ഞാൻ തൊടുന്നതെല്ലാം പൊന്നാവണം, എനിക്ക് പൊന്നു വേണം, എനിക്കത് കൂട്ടിവെക്കണമേ, എനിക്ക് അവിടെ എടുത്ത് വെക്കണമേ, ഇവിടെ എടുത്ത് വെക്കണമേ. മലയാളത്തിൽ ഈ കഥ മായാദാസന്മാരെന്നാണ് പറയുന്നത്. ഇവർക്ക് യോജിക്കുന്നത് ഈ പേരാണ്. ഇതൊരു സ്വർണത്തോടുള്ള കിട്ടാത്തതിന്റെ കൊതിയാണ് ഈ പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഹൈന്ദവ ക്ഷേത്രമല്ലെന്നും സംഘകാലം മുതൽക്കേയുള്ള ക്ഷേത്രത്തിന് ബുദ്ധജൈനമത പാരമ്പര്യമാണുള്ളതെന്നും ജമീല പ്രകാശം പറഞ്ഞു. ക്ഷേത്രത്തിലെ സമ്പദ്ശേഖരം ക്ഷേത്രത്തിന്റെ വകയല്ലെന്നും അമൂല്യനിധികൾ ഒഴികെയുള്ളവ ലേലം ചെയ്ത് പൊതുഖജനാവിലേക്ക് വകയിരുത്തണമെന്നും എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണം. ഈ കോർപ്പസ് ഫണ്ടിന്റെ ചുമതല അതിന് വേണ്ട നിയമങ്ങളും ഉണ്ടാക്കണം. അത് അതിന്റെ ആ ട്രസ്റ്റോ അതിന് ഫണ്ടെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്നാൽ ജമീല പ്രകാശത്തിന്റെയും വി.എസ്. അച്യുതാനന്ദന്റെയും പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണെന്നും തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്ത ശിവസേന കേരള രാജ്യപ്രമുഖ് എം.എസ്. ഭുവനചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇപ്പോ ഈ കേസും വഴക്കുമൊക്കെ ഈ അടുത്ത കാലത്താ വന്ന, അതിനു മുമ്പ് ഈ ക്ഷേത്രത്തിൽ അവർക്ക് എതിർവായില്ലായിരുന്നല്ലോ, ആരും അവരെ ചോദ്യം ചെയ്യാനില്ലായിരുന്നല്ലോ, അന്ന് അവർക്ക് എടുത്ത് മാറ്റിക്കൂടായിരുന്നു. ഇതെല്ലാം ഈ അടുത്ത സമയത്ത് ഒന്നുമില്ല. എ.സി.വി. വാർത്താവിഭാഗം മേധാവി രാജേഷ് പിള്ള നയിച്ച ചർച്ചയിൽ ചരിത്രകാരനും മാധ്യമപ്രവർത്തകനുമായ മലയങ്കേഴ് ഗോപാലകൃഷ്ണനും പങ്കെടുത്തു.